അതിലൊക്കെ ഫുള്ള് ഗ്യാസ് ആയിട്ട് ഇതൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ച ഈ സമീപവാസികൾക്ക് 24ഓളം സിലിണ്ടർ ഫുൾ ടാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. ഈ സാധനം എന്തെങ്കിലും എക്സ്പ്ലോസീവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദി അങ്ങാടിപ്പുറം പഞ്ചായത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പൊതുശ്മശാനം തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ വർഷങ്ങളോളമായി പൊതുശ്മശാനം അനാഥമായി കിടക്കുകയാണ്. ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന് കീഴിലുള്ള പൊതുശ്മശാനം പഞ്ചായത്ത് തിരിഞ്ഞുപോലും നോക്കാതെയായിട്ട് വർഷങ്ങളോളമായി. ഇതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകളാണ് പ്രദേശവാസികൾക്ക് ഏറെ ഭീഷണിയായി ഇവിടെ കിടക്കുന്നത്. ഗ്യാസ് ക്രിമറ്റോറിയം കാലങ്ങളായിട്ട് കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയതാണ്. അതിൽ ഒരുപാട് 20ഓളം നിറഞ്ഞ ഗ്യാസ് കുറ്റികൾ വരെ ഇവിടെ ഉണ്ട്. ഇത് പ്രവർത്തന സജ്ജമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ബോഡിയുടെ ക്രിമേഷൻ നടന്നതുമാണ്. അതിനുശേഷം പിന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കളഞ്ഞാട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ആയിട്ട് ഒരുപാട് സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണ്. മാത്രമല്ല ഇവിടെ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരുപാട് കുറ്റികളാണുള്ളത്. ഇത്രയും കുറ്റികൾ ഈ ഒരു പ്രദേശത്തിന് വലിയൊരു അപകടം കൂടി പിടിച്ചു വരുത്തുക. ഈ അങ്ങാടിപ്പുറത്തുള്ള ഈ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയിൽ കൂടെ ഇപ്പം ഞങ്ങൾ ഒരു ട്രസ്റ്റ് ഇവിടെ സ്വരൂപിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ മുക്തി എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങി. അതിലിപ്പോൾ പോയി ചെയ്യുന്നതാണത്. ഓരോ വീടുകളിൽ പോയിട്ട് ഏതേമാതിരി അയ്യൂറുംകുളം പോലെ വന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കുറേ ഒരു 8-10 സംഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതില്ലാത്ത കാരണം കൊണ്ട് ഈ അങ്ങാടിപ്പുറത്ത് പഞ്ചായത്തിന്റെ ഈ ശ്മശാനത്തിൽ ഒരു കാര്യങ്ങളും നടക്കാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഞങ്ങൾ ഇത് ഏറ്റെടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സമീപിച്ചു. അതിനൊരു പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ ആംബുലൻസിലും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ വൃദ്ധസദനം ഉണ്ട്. ഇവിടെ മരണപ്പെടുന്ന ആളുകളെ ഇതിന്റെ മുന്നിൽ വരെ കൊടുത്തിട്ട് ഇത് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പലതവണ ഉണ്ടായിട്ടുള്ളത്. ബോഡി ഇവിടെ വരും, പിന്നെ അതേമാതിരി നേരെ ബോഡി തിരിച്ചു പോകും. പിന്നെ മറവ് ചെയ്യാൻ വഹിക്കുന്ന ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ 1-2 തവണ ഇവിടെ മറവ് ചെയ്യലൊക്കെ നടന്നിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ജനറേറ്റർ ഉണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും മാനുവലായിട്ട് ചെയ്യാനുള്ള 2 സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സമീപവാസികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് നമ്മളെ സഹായിക്കാനുള്ള രീതിക്കാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ. എന്തുകൊണ്ടാണ് പഞ്ചായത്തിന് മാത്രം ഇത്രയും വലിയൊരു തിട്ടൂരമായിട്ടുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യരുത് എന്നുള്ളത് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താ പറയുക, അശരണരായിട്ടുള്ള സമൂഹമാണ് ഇത് ആശ്രയിക്കുന്നത് മുഴുവനും. ഇതിനപ്പുറം അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിലും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സമീപ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ സംസ്കാര ചടങ്ങുകൾക്കായി ഇവിടെ എത്തുമ്പോഴാണ് ഇതെല്ലാം ഇവിടെ പൂട്ടിക്കിടക്കുന്നതായി അറിയുന്നത് പോലും. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച വലിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും നടപ്പാക്കാൻ കഴിയാതെയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ മരിക്കുമ്പോൾ പോലും സംസ്കാര ചടങ്ങുകൾക്ക് മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അങ്ങാടിപ്പുറത്തുകാർ. നിരവധി തവണ പരാതികൾ പറഞ്ഞിട്ടും പരിഹാരമില്ലാത്തതിനാൽ ഇത് ഇനിയും തുടർന്നു പോകുവാൻ സമ്മതിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.